ഹായ് ഹലോ. അങ്ങനെ രാവിലെ ബാംഗ്ലൂർ എത്തി. ഒരോർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചക്കായപ്പോൾ ഫവാസ്ക ഫുഡും കൊണ്ട് വന്നു. അതിന് മൈരവായപ്പോൾ ഒന്ന് കടന്നതാ. പിന്നെ സമയം നോക്കുമ്പോൾ 9:15. പിന്നെ ചാടി എണീച്ച് ഫുഡാക്കാൻ കഴിഞ്ഞ്. ഫവാസ്ക പറയുന്നത് നമ്മുടെ ഈ ചാനൽ ഫുഡ് വ്ലോഗ് ആകുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ അരി അരക്കുമ്പോഴത്തേക്ക് ഇതാ ഫവാസ്ക എത്തിയിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് വെല്ലുമാനെ കൊണ്ട് ആക്കിക്കണം എന്ന് വിചാരിച്ചൊരു കറിയാണ് കടല മേടിച്ചത്. സംഭവം വേറൊന്നുമല്ല, കടല പുതിർത്തി അതിന് തോല് വിളിച്ച് ലാസ്റ്റ് അത് കുക്കറിലിട്ട് വേപ്പിച്ച് കറിയാക്കും. പക്ഷെ അതിന് മെനക്കെടാൻ കഴിയാത്തോണ്ട് ഞാനൊരു എളുപ്പപ്പണി എടുക്കും. കടല പരിപ്പെണ്ണായിട്ട് മേടിക്കാൻ കിട്ടില്ല, അതെടുത്ത് പുതിർത്തിയിട്ട് കറിയും വെച്ച്. ഈ ദോശ ചുടല് എൻ്റെ വീട്ടിലും ഫവാസ്കാൻ്റെ വീട്ടിലും രണ്ട് രീതിയിലാണ്. ഫവാസ്കാൻ്റെ ഇടുന്ന ചോറൊക്കെ ഇട്ട് ഇത്ര ലൂസ് അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഉഴുന്ന ദോശയൊക്കെ വട്ടത്തിൽ കറക്കൂലേ, അതുപോലെ കറക്കിയിട്ട് നേർഗം ചുട്ടെടുക്കല. എൻ്റെ വീട്ടിൽ നിന്ന് അരി മാത്രം അരച്ചിട്ട് ലൂസായിട്ട് ഇതുപോലെ പാർന്നെടുക്കുക. അതിലെന്താ വിറ്റെന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഫവാസ്കാൻ്റെ വീട്ടിലും ഫവാസ്കാക്ക് ഇഷ്ടം എൻ്റെ വീട്ടിലാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ അധികം ചുടല്. ഇപ്പൊ കുറെ നാളത്തിന് ശേഷം അല്ല, ആദ്യമായിട്ട് ഞാൻ ഇതുപോലെ ചുടുന്നത് കേട്ടോ. നെയ് കായാണ്ട് ഇട്ടോണ്ട് തന്നെ കുറച്ച് അധികം നേരം കാത്തിക്കേണ്ടി വന്നു. അങ്ങനെ ഉറക്കത്തിലാണെങ്കിലും 1/2 മണിക്കൂർ കൊണ്ട് കറിയും ഫുഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഫവാസ്ക കുളിയനസ്കാർക്കൊക്കെ അതിന്റെ ഫുഡ് നല്ല വെയിറ്റ് വിശന്നിട്ടാന്നറിയില്ല, ഇടക്കിടെ അടുക്കളയിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ആ കറി കാണുമ്പോൾ പരിപ്പറി ഫീലൊക്കെ ഇല്ലേ, പക്ഷെ പരിപ്പറി അല്ല കേട്ടാ, നല്ല ടേസ്റ്റാ. പക്ഷെ വെല്ലുമാക്കുന്നതിന്റെ അത്ര ഒന്നും വരില്ല. ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയോ ആയിട്ട് പോയി.